ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായതോടെ ഗസയിൽ കൊടും പട്ടിണിയെന്ന് UN. മരുന്നും പോഷകാഹാരവുമില്ലാതെ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് നഗരത്തിൽ മരിച്ചു വീഴുന്നത്. ഒരു നേരത്തെ അന്നത്തിനായുള്ള പോരാട്ടമാണ് ഗസയിലെ ക്യാമ്പുകളിലെങ്ങും കാണുന്നത്. ഗസയിൽ 4,70,000 ആളുകൾ പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ട്. ഇവരിൽ മിക്കവരും വെള്ളം പോലും കൃത്യമായി ലഭിക്കാതെ വലയുകയാണ്. 90,000 സ്ത്രീകളും കുട്ടികളും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരാണ്. ആധുനിക ലോകചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ് ഗസയിൽ നടക്കുന്നതെന്നും UN റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ ഉപരോധം കടുപ്പിച്ചതോടെയാണ് ഗസയിൽ സ്ഥിതി കൂടുതൽ വഷളായത്. 110-ലധികം പേർ ഇതിനകം പട്ടിണിയിൽ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. 80 കുട്ടികളാണ് പോഷകാഹാരക്കുറവിൽ മരിച്ചു വീണത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗസയിൽ കുറഞ്ഞത് 9 പേരാണ് പട്ടിണി മൂലം മരിച്ചത്. ഗസയിലെ ദുരിതം ലോക മനസാക്ഷിയെ വെല്ലുവിളിക്കുന്നതാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുടെറസ്. ഗസയിലെ സംഘർഷങ്ങളിൽ ലോകരാജ്യങ്ങൾ കാട്ടുന്ന നിഷ്ക്രിയത്വത്തെ അദ്ദേഹം ശക്തമായി അപലപിക്കുകയും ചെയ്തു. 100-ലധികം മനുഷ്യാവകാശ സംഘടനകളാണ് ഗസയിലേക്ക് അടിയന്തര ഭക്ഷണമെത്തിക്കണമെന്ന് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത്.